മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ ഒരു വീഡിയോ കൊടുക്കുക. അത് അന്റാർട്ടിക്കയിലെ പെൻഗിൻ കൂട്ടങ്ങളുടെ വീഡിയോ ഒന്നുമല്ല. നമ്മുടെ കേരളത്തിലെ മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കൂട്ടരുക. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. നാടിന്റെ മിടിപ്പറിഞ്ഞ് നാടിന്റെ സ്വപ്നങ്ങൾ തൊട്ടറിഞ്ഞ് നാടിന്റെ സ്പന്ദനങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് സത്യടക്കിയിൽ നിന്നും ജനവിധി തേടുന്ന തംസീന ജാസിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തോണി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി തിളക്കമാറുന്ന വിജയം സമ്മാനിക്കണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കരുതലിന്റെ കരസ്പർശമായി, കാലത്തിന്റെ മുന്നേറ്റങ്ങളുമായി, കരുണയുടെ കൈത്താങ്ങായി ഈ നാടിനെ നയിക്കാൻ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് സത്യടക്കിയിൽ നിന്നും ജനവിധി തേടുന്ന തംസീന ജാസിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തോണി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്രം. നിങ്ങൾ കേട്ടില്ലേ? മുഖം പോലും ഇല്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി നാടിനെ നയിക്കാൻ വോട്ട് ചെയ്യണമെന്ന് ഉളുപ്പില്ലേ? ഈ മാതിരി പ്രചരണം നടത്താൻ ഇതാരാണെന്ന് മനസ്സിലായോ? നമ്മുടെ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദിയായിട്ടുള്ള അബ്ദുൽ നാസർ മഅ്ദനിയുടെ പടയാളികളാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ, അതായത് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ പച്ചവർഗീയത തൊപ്പി മുന്നോട്ട് പോയിട്ടുള്ള അബ്ദുൽ നാസർ മഅ്ദനിയുടെ പടയാളികള്. ഇവരിൽ നിന്ന് മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നമ്മുടെ കേരളം എവിടെ എത്തി എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാ മുഖം പോലും കാണിക്കാതെ രംഗത്ത് വരുന്നത്? ഇവരെങ്ങനെയാണ് നാടിനെ നയിക്കുക? സ്വന്തം മുഖം പുറത്ത് കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് നാടിനേക്ക് നയിക്കുക? അല്ല, ഇവർ ജയിക്കുന്ന സ്ഥലത്തെ ആളുകളോട് ഇവരെന്തും പറഞ്ഞ വോട്ട് വാങ്ങുന്നത്? അവരുടെ അവകാശങ്ങൾക്ക്, അവരുടെ സ്വാതന്ത്ര്യത്തിന്, സ്വന്തം ഐഡന്റിറ്റി, സ്വന്തം മുഖം പോലും പുറത്ത് കാണിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഇവർക്ക് എങ്ങനെയാ മറ്റുള്ളവരുടെ അവകാശത്തിനും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ രംഗത്ത് ഇറങ്ങാൻ സാധിക്കുക? എന്തൊരു അവസ്ഥയാണ്! നമ്മൾ പലപ്പോഴും പല ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കാണാറുണ്ട്. ഈ പറയുന്ന മുഖത്തൊക്കെ മൂടിയായിട്ട് ആളുകൾ ഇതിപ്പോ പോയി സ്ഥാനാർത്ഥി പോലുമായിട്ട് ഈ രംഗത്തെത്തിയിരിക്കുന്നു. അല്ല, ഈ പറയുന്ന ഈ കൂട്ടത്തിൽ ഇപ്പൊ സ്ഥാനാർത്ഥി ഉണ്ടോ? ഇതൊക്കെ എങ്ങനെയാ തിരിച്ചറിയാ? ഇനി എല്ലാ വീട്ടിലും ഇതുപോലെ ഓരോ ആളുകൾക്കൊക്കെ പോയിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണ്, വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലെ. കാരണം എന്താ, വരുന്നത് സ്ഥാനാർത്ഥിയാണോ വേറെ ആരോ ആണോ എന്നൊക്കെ എങ്ങനെ ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാ? ഇതൊക്കെ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ നാട് അപകടത്തിലേക്ക് പോകുന്നതിന് ഇതുപോലെ സ്ഥാനാർത്ഥികൾ പോലും ഈ രംഗത്തിറങ്ങുന്നത്. ഞാനൊരു കാര്യം എടുത്തു പറയാം. ഇതൊക്കെ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ചാടി വീഴും. ഇത് ചോയ്സ് ആണ്, ഇത് ജനാധിപത്യമാണ്, അവരവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ എന്നൊക്കെ. ഇതൊക്കെ പറയുന്ന സകലരോടും കൃത്യമായിട്ടൊരു മറുപടി അങ്ങ് മുന്നോട്ട് വെക്കാം. അതെ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു. ഈ മുഖം മറയ്ക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിക്കണം. അല്ല, തർക്കമില്ലാത്ത വിഷയം. കാരണം എന്താ, മറ്റുള്ള ആളുകൾക്ക് ഇത് ധരിക്കുന്ന ഈ സ്ഥാനാർത്ഥി, ഈ ഒപ്പം നടക്കുന്ന ആളുകൾക്കൊക്കെ മറ്റുള്ള സകല ആളുകളെയും കാണാം, ഒരു പ്രശ്നവുമില്ല. മറ്റുള്ള ആളുകളുടെ മുഖം കാണാം, പക്ഷെ എന്റെ മുഖം കാണും എന്ത് നെറികേടാണ് ഇതിലൊക്കെ എന്താണ് ഇവര് ഉയർത്തിപ്പിടിക്കുന്നത്? എന്റെ മുഖം കാണുന്നതിലെ പ്രശ്നമുള്ളൂ, പക്ഷെ എനിക്ക് മറ്റുള്ള എല്ലാവരുടെയും മുഖം കാണാ, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ എന്ത് നെറികേട്, എന്ത് ഊളത്തര! അതൊക്കെ ഓരോ ആളുകളും തിരിച്ചറിയാ. നമ്മുടെ രാജ്യത്ത് ഇത് നിരോധിക്കണം. ഈ മുഖം മറയ്ക്കുന്നത് നിരോധിക്കുക തന്നെ ചെയ്യണോ? പ്രത്യേകം ഓർക്കണം, ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഈ മുഖം മറയ്ക്കുന്നത് നിക്കാബ് നിരോധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കുറച്ച് രാജ്യങ്ങളുടെ പേരൊന്ന് മുന്നോട്ട് വെക്കാം. കസഖിസ്ഥാന്, കിർഗിസ്ഥാന്, ഉസ്ബെക്കിസ്ഥാന്, അങ്ങനെ നിരവധി രാജ്യങ്ങളില് ഈ നിക്കാബ് മുഖം മറയ്ക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? മറ്റുള്ള ആളുകളുടെ സുരക്ഷാ പ്രശ്നം, മറ്റുള്ള ആളുകളുടെ സ്വാതന്ത്ര്യം ഇതിനൊക്കെ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളില് ഇത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നമുക്കും സ്വാതന്ത്ര്യം വേണ്ടേ? നമുക്കും സുരക്ഷ വേണ്ടേ? ഈ മുഖം മറച്ച ആളുകൾ ഇറങ്ങുന്നത് പൊതു സ്ഥലങ്ങളിലൊക്കെ ഭീഷണി തന്നെയാ, ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ മുഖം മറയ്ക്കുന്നത് നിരോധിക്കുക തന്നെ ചെയ്യണം. ഓരോ ആളുകളും തിരിച്ചറിയണം. മറ്റൊരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയാം. അതായത് ഈ പർദ്ദ പോലും വന്നിട്ട് എത്ര വർഷമായി കാണും? ഒരു 10, 15, 20 വർഷം.
അതിനു മുമ്പ് ഈ പർദ്ദയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സുലഭമായിട്ട് കാണില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ പർദ്ദ എന്ന് പറയുമ്പോഴേക്ക് ഇന്ന മതത്തിന്റെ ഡ്രസ്സാക്കി മാറ്റി, അതായത് ഭക്ഷണത്തിൽ മതം, ഡ്രസ്സിൽ മതം, സകലത്തിലും മതം. ഇതൊക്കെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് അജണ്ട സെറ്റാക്കി കൊണ്ടുവന്ന് എത്തിച്ചതാ. ഇപ്പൊ അടുത്ത നീക്കാണ് ഇവിടെ നടക്കുന്നത്, മുഖം മറയ്ക്കുക. അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് സ്ഥാനാർത്ഥിയെ പോലും മുഖം മറച്ചുകൊണ്ട് ഇറക്കിപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ ഈ മതത്തിൻ്റെതാണ് എന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറയാം. ഇതൊക്കെ സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഈ പർദ്ദ പോലും നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു, അതിപ്പോ വന്നു. ഇനി ഞാനൊരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയാം. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പ്രചരണം കൂടി നടക്കുന്നുണ്ട്. ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. ഇപ്പൊ പുരുഷന്മാർ രംഗത്തെത്തിയിട്ട് വൈറ്റ് നൈറ്റി ഒക്കെ ആയിട്ട്, നൈറ്റി ഇട്ട് ഇപ്പൊ ഇങ്ങനെ രംഗത്തിറങ്ങൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആളുകൾ. ഞാൻ ആളുകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല, ഒന്ന് പരിശോധിച്ചാൽ മതി, സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കൂ. നൈറ്റി ഇട്ടിട്ട്, സ്ത്രീകളുടെ ഡ്രസ്സ് ഇട്ട് പുരുഷന്മാർ രംഗത്ത് വരിക. എന്നിട്ട് അത് പതുക്കെ 1, 2, 3 വർഷമാകുമ്പോഴേക്ക് ഇതേ ആളുകൾ വിളിച്ചു പറഞ്ഞു തുടങ്ങും, ഇതിന്ന മതത്തിൻ്റെതാണ്, ഞങ്ങൾക്ക് ചോയ്സ് ആണ്. ഇത്തരത്തിൽ വരും. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇതങ്ങ് എടുത്ത് മുന്നോട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ ഇതൊന്നും മതത്തിൻ്റെതാണെന്നൊന്നും ആരും പറയൂല. കുറച്ച് കഴിയുമ്പോ ഇതും മതത്തിൻ്റെതാണെന്നുള്ള ആ ഞെടിക്കലും വരും കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോലും പുരുഷന്മാരെ നൈറ്റിയിട്ട് പറഞ്ഞയച്ചുകൊണ്ട് ഇതും അവകാശമാണെന്ന് ഇത്തരക്കാര് വിളിച്ചു പറയുമെന്നുള്ളതൊരു യാഥാർത്ഥ്യ. ഈ നിക്കാബൊക്കെ നമ്മുടെ രാജ്യത്ത് നിരോധിക്കണം, ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇതിപ്പോ സ്ഥാനാർത്ഥികൾ പോലും ഉളുപ്പില്ലാതെ രംഗത്തെത്തുക, മുഖമില്ലാത്ത ആളുകൾ ആർക്ക് വേണ്ടി സംസാരിക്കാനാ? ഓരോ ആളുകളും ഒന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കോ. നമ്മുടെ നാട്ടില് മതത്തിൽ, ഈ പറയുന്ന ഭക്ഷണത്തില്, ഡ്രസ്സില്, സകലത്തിലും മതം. അതേസമയം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, 10-20 വർഷം മുമ്പേയും ഈ പറയുന്ന മതല്ലേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്ന് പർദ്ദ ഉണ്ടായിരുന്നു ഇല്ല. പക്ഷെ ഇന്ന് തീവ്ര ചിന്താഗതിക്കാര് പർദ്ദ കൊണ്ടുവന്ന് പതുക്കെ അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു. ഇനിയിപ്പൊ നിക്കാബാണ്, അത് സ്ഥാനാർത്ഥിയിലേക്ക് പോലും എത്തിച്ചു. ഇതിനൊക്കെ കൈയടിക്കാൻ ആരാളുള്ളത്? ഇവിടെ കോൺഗ്രസ് ഇടതുപക്ഷം മത്സരിച്ച് കൈയടിക്കുക. മുഖമില്ലാത്ത ആളോ കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിക്കും. അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും നിക്കാബ് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മളിവിടെ മുന്നോട്ട് വെക്കുമ്പോൾ കുറെ ആളുകൾ ഉറഞ്ഞു തുള്ളി വരും. അത്തരം ആളുകളോട് പറയാനുള്ളത്, ഇതിനൊക്കെ എതിരെ നിരന്തരം സംസാരിക്കും. നമ്മളൊന്നും ഒരു മതത്തിനും എതിരല്ല, പക്ഷെ ഇത്തരം കോപ്രായങ്ങൾക്ക് എതിരെ തന്നെയാ. ഇത്തരം തീവ്ര ചിന്താഗതിക്കാർക്ക് എതിരെ തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ബോധമുള്ള സകല ആളുകളും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കണം. ഈ നിക്കാബ് ധരിക്കുന്ന ഈ കോപ്രായമൊക്കെ നമ്മുടെ രാജ്യത്ത് നിരോധിക്കുക തന്നെ വേണം. ഒരു തർക്കമില്ലാത്ത വിഷയമാണത്.